ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദിനി എല്ലാവരും മാറി മാറി വിളിക്കുന്നുണ്ടെങ്കിലും ആരും കേൾക്കുന്നുമില്ല, ആരും വരുന്നുമില്ല. അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ നടക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ശ്രീജ ചോദിക്കുന്നത്, അയ്യോ നന്ദിനിനെ കാണാനില്ലല്ലോ, നന്ദിനി എവിടെയാണ് ചോദിക്കുകയാണ് കേട്ടോ. ഇതുവരെ ഇവിടെ ഉണ്ടായല്ലോ, ഞങ്ങൾ നോക്കിയിട്ട് വരാം, ഇനി തുരങ്കം അന്വേഷിച്ച് അങ്ങനെ പോയിട്ടുണ്ടാവുമെന്ന് വിക്രം ചോദിക്കുമ്പോൾ ആ കഴുത അതോ അന്വേഷിച്ച് പോകുമെന്ന് പറഞ്ഞിട്ട് വിനായകനും വിശ്വനൊക്കെ കൂടി പോവുകയാണ്. ഈ പെണ്ണിന് ഇങ്ങനെ ബുദ്ധിയില്ലാണ്ടായാലോ എന്ന് കമലാമ്മ പറയുമ്പോൾ, ബുദ്ധിയില്ലാണ്ടൊന്നുമല്ല, ആക്രാന്തമായിട്ടാണെന്ന് പറഞ്ഞിട്ട് മാഷ് പറയും നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പോകും. വിനായകനും വിശ്വനും കൂടിയിട്ട് പല പല സ്ഥലങ്ങളിലായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ആ സമയത്ത് വിനായകൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. നന്ദിനി എൻ്റെ ഭാര്യയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ ശരി, ഞാൻ ഇപ്പോൾ വരാമെന്ന് ഒരു ഫോൺ കട്ട് ചെയ്യണേ. വിക്രം, അവളെ സെക്യൂരിറ്റി ഓഫീസിലുണ്ട്, വാ എന്ന് പറഞ്ഞിട്ട് വേഗം പോകുകയാണേ. അങ്ങനെ നോക്കുമ്പോൾ സെക്യൂരിറ്റി ഓഫീസിൽ നിൽക്കുകയാണ് കേട്ടോ. നന്ദിനി തലകുമ്പിട്ട് ആകെ നാണക്കേടായിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും വിനായകനും വിക്രമും അങ്ങോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് വിനായകൻ പറയുന്നുണ്ട്, സാറേ ഞാനാണ് വിനായകൻ, എന്താ കാര്യം ചോദിക്കുന്നത്, ഇതെൻ്റെ ഭാര്യയാണ് നന്ദിനി എന്ന് പറയുകയാണേ. അന്നേരം അവർ പറയുകയാണേ, നിങ്ങൾ എവിടെയാണ് കയറിയെന്നറിയോ, വെറുതെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളൊക്കെ വലിഞ്ഞ് കയറുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അയ്യോ സാറേ, ഞാൻ അറിയാതെ ചെയ്തു പോയതല്ലേ. അപ്പോൾ അയാൾ പറയാണ്, അതെ ആ റൂമിൽ കുറച്ചും കൂടെ സമയം കിടന്നിരുന്നെങ്കിലേ ശ്വാസം മുട്ടി ചത്തുപോയേനെ, പിന്നെ ഞങ്ങൾ അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നേനെ, ഞങ്ങളാണ് പെട്ടുപോകേണ്ടത് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ വിനായകൻ പറയാണ്, സോറി സാറ്, അറിയാതെ പറ്റിപ്പോയതാവും, ഇവർ എന്തിനാണ് അതിൻ്റെ ഉള്ളിൽ കയറിയത്, അനധികൃതമായിട്ട് കയറിയിട്ടുണ്ടെങ്കിലേ പൈസ എത്ര കെട്ടണം എന്നറിയോ. അയ്യോ സോറി സാറേ എന്നൊക്കെ പറയുന്നുണ്ട് വിനായകൻ. അന്നേരം തുരങ്കം അന്വേഷിച്ച് ഇറങ്ങിയതാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് നന്ദിനി, സോറി സാർ, ഞാൻ അറിയാതെ പറ്റിപ്പോയതാണ്, നിങ്ങൾക്ക് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചിടുകയെന്ന് ചോദിക്കുകയാണ്. സാറേ ഞാനത് കണ്ടില്ല സാറ് എഴുതി വെച്ചിരിക്കുന്നത്, ദയവ് ചെയ്ത് തന്നെ വിടണം എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. വിളിച്ചുകൊണ്ട് പോ എന്ന് പറയുന്നുണ്ട് അവർ. എന്നിട്ട് എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിക്രം ചോദിക്കുകയാണ് നന്ദിനിയുടെ എന്തിൻ്റെ കേടാന്ന് ചോദിക്കും. നീ മിണ്ടരുത്, നിൻ്റെ ഭാര്യയല്ലേടാ പറഞ്ഞത് അതിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നിലവറയിലെത്തുന്നു എന്ന് പറയും കേട്ടോ. എന്നിട്ട് ദേഷ്യത്തോടു കൂടി നന്ദിനി അവിടെ നിന്ന് പോകുമ്പോൾ വിക്രത്തിനോട് ചോദിക്കണത്, എന്താ വെറുതെ വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാനായിട്ട് വിക്രത്തിനോട്. അപ്പോൾ വിക്രം സാറില്ല, ഞാൻ വെറുതെ ചോദിച്ചതാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ ചിരിച്ചും കൊണ്ടിങ്ങനെ പോകും കേട്ടോ. അങ്ങനെ യാത്ര വീണ്ടും തുടങ്ങാണ്. അന്നേരം വിശ്വം പറയുന്നുണ്ട്, നന്ദിനി ഇപ്പം നമ്മളൊരു അമ്പലത്തിലേക്കാണ് പോകുന്നത്, അവിടെയൊക്കെ കയറിങ്ങായിട്ട് തുരങ്കത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നിലവറേണ്ടത് തപ്പി പോകരുതിട്ട നന്ദിനി എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാണ്. അന്നേരം എല്ലാവരും ചിരിക്കുമ്പോൾ കമലാവൻ പറയണം, പോട്ടെ കഴിഞ്ഞു പോയില്ലേ, അത് അവൾക്കൊരു അബദ്ധം പറ്റിയതാണ്. നന്ദിനിയാണെങ്കിൽ ദേഷ്യത്തോട് കൂടിയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഒരു അമ്പലം എത്തുകയാണ്. അങ്ങനെ അമ്പലം എത്തുമ്പോൾ എല്ലാവരും ഇറങ്ങും. അപ്പോൾ ശ്രീജ പറയും, എനിക്ക് വരാൻ പറ്റില്ല, നിങ്ങളെല്ലാവരും പോയിക്കോളാൻ പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിശ്വം ശ്രീജയുടെ കൂടെ ഇരിക്കാൻ പറയും. അപ്പോൾ വേദയും കമലാമ്മ അകത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ പൊക്കോ, ഞങ്ങൾ വരാമെന്ന് പറയാം കേട്ടോ. അപ്പോൾ വിക്രം ഇങ്ങനെ പോകാൻ പോകുമ്പോഴത്തേക്കും മാഷ് പറയും, വിക്രം എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാമെന്ന് പറയും. അപ്പോൾ ഇത് കാണുന്ന നന്ദിനി ഒരു സൈഡിൽ വന്നിട്ട് ഒളിഞ്ഞു നോക്കുന്നുണ്ടേ. അവരെന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു തൂണിൻ്റെ ബാക്കിൽ നന്ദിനി ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെ മാഷ് വിക്രത്തിനോട് പറയാണ്, ഒരുപാട് കാലമായി മനസ്സിൽ കൊണ്ടുവച്ച് നടക്കുന്നൊരു വലിയൊരു ഭാരമാണ് ഞാനിപ്പോൾ നിന്നോട് ചോദിക്കാൻ പോകുന്നത്. എന്നിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാണ്. ഈ അമ്പലത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. പണ്ട് സുജീൻ്റെ കൈമുക്കെന്ന് പറഞ്ഞിട്ടുള്ളൊരു അനാചാരം ഇവിടെ നടന്നിരുന്നു. അത് ഒരുപാട് കാലങ്ങളോളം ഇവിടെ നടന്നിട്ടുണ്ട്. അതായത് തെറ്റ് ചെയ്തു എന്ന് വിധിക്കപ്പെടുന്ന ആൾ തിളച്ച എണ്ണയിൽ കൈ മുക്കിയിട്ട് അതിൽ രാജമുദ്രയുള്ളൊരു നാണയം ഉണ്ടാവും. ആ നാണയം കണ്ടെടുക്കണം. 3 ദിവസം കഴിഞ്ഞിട്ട് ആ പൊള്ളലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ നന്ദിനിയാണെങ്കിൽ ഈ അച്ഛൻ എന്താണ് ഹിസ്റ്ററി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ പറയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ആ ആചാരം ഒരുപാട് കാലങ്ങളോളം നടന്നിരുന്നു. ആ ആചാരം നിർത്തലാക്കിയത് ബ്രിട്ടീഷുകാരാണ്. ഈ ഒരു ആചാരം കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരുടെ കൈകൾ പൊള്ളി, ഒരാളുടെ പോലും കൈ പൊള്ളാതിരുന്നിട്ടില്ല. അങ്ങനെ ഒരു ആചാരമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നതെന്നൊക്കെ പറയുകയാണെ. നീ അന്ന് തെറ്റ് ചെയ്യപ്പെട്ടവനായി മുദ്ര കുത്തി ജയിലിൽ പോയപ്പോൾ ഞാൻ ഒരുപാട് വേദന അനുഭവിച്ചതാണ്. ഞാനത് തന്നെ വിശ്വസിച്ചിരുന്നത്. നമ്മൾ തെറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ തന്നെയാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. തെറ്റ് ചെയ്യാതിരിക്കാനുള്ള എന്തെങ്കിലും കാരണം ഉണ്ടോ എന്നുള്ളതൊന്നും നമ്മൾ അന്വേഷിക്കില്ല. അതാണ് നമുക്ക് പറ്റുന്ന തെറ്റ്. ഇപ്പോഴെങ്കിലും നീ സത്യം പറയും. മറ്റുള്ളവരുടെ തിളച്ച എണ്ണയിലാണ് കൈ മുക്കി സത്യം പറഞ്ഞതെങ്കിൽ എൻ്റെ നെഞ്ചാണ് ഇപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്നത്. ആ നെഞ്ചിൽ കൈ വെച്ച് നീ സത്യം പറയണം. നീ ആ തെറ്റ് നീ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെ. അന്നേരം വിക്രം പറയുന്നുണ്ട്, അച്ഛൻ്റെ മുന്നിൽ അച്ഛൻ എന്നോട് എന്തെങ്കിലും ഈ ഒരു ചോദ്യം ചോദിക്കുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല.
എങ്കിലും ഇപ്പം അച്ഛൻ ചോദിച്ച നിലയ്ക്ക് ഞാൻ സത്യം പറയാം. പക്ഷേ അതാരാണ് ചെയ്തതെന്ന് അച്ഛൻ എന്നോട് ചോദിക്കരുത്. പക്ഷേ ആ തെറ്റ് ഞാനല്ല ചെയ്തത്. ആ തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല അച്ഛ എന്ന് പറയാണ് കേട്ടോ. അതോടുകൂടിയിട്ട് മാഷ ആകെ സങ്കടപ്പെടുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ അന്നത്തെ ഒരു ദിവസം ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അച്ഛൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമല്ലേ, അന്ന് അച്ഛൻ ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ തെറ്റ് ഞാൻ ഏറ്റെടുത്താണ്. പക്ഷെ അതാരാണ് ചെയ്തതെന്ന് അച്ഛൻ ഒരിക്കലും എന്നോട് ചോദിക്കരുതെന്ന് പറയുമ്പോൾ മാഷ് വിക്രത്തിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പൊട്ടിക്കറിയാണേ. അപ്പോൾ ഇതൊക്കെ നന്ദിനി കേൾക്കുന്നുണ്ട് കേട്ടോ. നന്ദിനിയാണെന്നുണ്ടെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കണ കണ്ടിട്ട് മാഷക്കാണെന്നുണ്ടെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. മാഷി വിക്രത്തിനെ വീണ്ടും വീണ്ടും കെട്ടിപ്പിടിക്കുകയാണ്. കണ്ണൊക്കെ തുടച്ചിട്ട് വീണ്ടും വിക്രത്തിനെ ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. രണ്ടുപേരും കരയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വിശ്വവും ശ്രീജയും കൂടി മോളെയും കൊണ്ട് കടകളിലൊക്കെ പോവുകയാണ്. അപ്പോൾ ഒരു ചെറിയ വിളക്ക് വിശ്വം വാങ്ങാണ്. ഇതെന്തിനാ വിശ്വേട്ടാന്ന് ചോദിക്കുകയാണ്. അത് ശ്രീ പ്രൊഡക്ട്സിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് നിനക്ക് ഞാൻ തരുന്നൊരു ഗിഫ്റ്റാണെന്ന് പറയും കേട്ടോ. എന്നിട്ടത് വാങ്ങാണ് കേട്ടോ. അതേസമയം ശ്രീജ പറയുന്നത്, വിശ്വേട്ടൻ ഒരു കാര്യം ചെയ്യും, വിശ്വേട്ടൻ പോയിട്ട് അമ്പലത്തിൽ പോയി തൊഴുതോ, ഞാനിവിടെ നിൽക്കാമെന്ന് പറയാണ്. ഏയ് വേണ്ട, എനിക്കല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നതൊന്നും അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമില്ല. അത് ശരിയാ, എൻ്റെ കൂടെ വല്ലപ്പോഴും വന്നു എന്നല്ലേ എന്ന് പറയട്ടോ. എനിക്ക് ഈ വലിയ വിശ്വാസമൊന്നുമില്ല എന്ന് പറയണം. അപ്പോൾ അച്ഛൻ നിരീശ്വരവാദിയാണോ എന്ന് കൊച്ചു ചോദിക്കുമ്പോൾ, ആഹാ ഇത്ര വലിയ വാക്കൊക്കെ എൻ്റെ മോൾക്ക് കിടന്നിട്ട് അതൊക്കെ ടി വിയിൽ നിന്ന് കിട്ടിയതാന്ന് പറയട്ടോ. ആണോ? അപ്പോൾ അതിനുള്ള മറുപടിയൊന്നും ഇപ്പം മോൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം നമുക്ക് വള മേടിക്കാം എന്ന് പറഞ്ഞിട്ട് കൊച്ചിനെ കൊണ്ട് വള മേടിക്കാനൊക്കെ പോകുന്നുണ്ട്. ഈ സമയത്ത് വിനായകനുണ്ടെങ്കിൽ ഓരോ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നന്ദിനി ഓടി വന്നിട്ട്, നിങ്ങളിവിടെ എന്തെടുക്കുക? ഞാൻ ദേ ഈ അമ്പലം ഒന്ന് കാണുകയാണ്. എത്ര വർഷം പഴക്കമുള്ള അമ്പലമാണ്, ഞാനിതിൻ്റെ ചാരുതയൊക്കെ ഒന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ചാരുതയും പരിശുദ്ധിയൊക്കെ കണ്ടു നിന്നോ? അവിടെ കെട്ടിപ്പിടിക്കലും മുത്തം കൊടുക്കലും അതുപോലെ പൊട്ടിക്കരച്ചിലൊക്കെ നടക്കാണ് എന്ന് പറയട്ടോ. കെട്ടിപ്പിടിക്കലോ? അതെന്ത്? വിക്രം അച്ഛനും ഒന്നായി എന്ന് പറയട്ടെ. എന്ത്? വിക്രം അന്ന് എന്തോ അന്ന് തെറ്റ് ചെയ്തിട്ടാണ് ജയിലിൽ പോയെന്നല്ലേ വിശ്വസിച്ചത്, അതല്ലാന്ന് അവൻ തുറന്നു പറഞ്ഞു എന്ന് പറയട്ടെ. എന്ന് പറഞ്ഞിട്ട് വിനായകനൊരു ഞെട്ടാണ് കേട്ടോ. അപ്പോൾ എന്താ നിങ്ങൾ ഞെട്ടിയത് എന്ന് ചോദിക്കട്ടോ. അല്ല ഞാൻ ഞെട്ടിയൊന്നുമില്ല, എനിക്കങ്ങനെ തോന്നിയ. അതെ ഞെട്ടി എന്ന് പറയട്ടോ. അല്ല എന്നാലും ചെയ്യാത്ത കുറ്റത്തിനാണല്ലോ അവൻ ഇത്രയും കാലം ജയിലിൽ കിടുന്നതെന്ന് ഓർത്തപ്പോൾ ഉള്ള ഞെട്ടലാണെന്ന് പറയട്ടോ. അങ്ങനെയുള്ള ഞെട്ടലായിട്ടല്ല എനിക്കത് മനസ്സിലായത് എന്ന് പറയട്ടോ. അയ്യോ നന്ദിനി, അതെ സത്യമായിട്ടും അതെ, വെറുതെ ഇത് നിങ്ങൾ നുണ പറയുന്നതാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ എന്നാലേ നീ അങ്ങനെ വിശ്വസിക്കല്ലേ നന്ദിനി, ഇത് സത്യമായിട്ടും ഞാൻ അത് കരുതിയിട്ട് തന്നെ ഇട്ടതെന്ന് പറയട്ടോ. ഞാനങ്ങനെ മണ്ടിയാണെന്നൊന്നും വിചാരിക്കേണ്ട, പക്ഷേ ഈ ഞെട്ടലിൻ്റെ കാര്യം ഞാൻ വിടാം. പക്ഷേ നിങ്ങൾ എനിക്കൊരു കാര്യം പറയണം എന്ന് പറയട്ടെ. എന്ത്? നിങ്ങൾ വേദം എന്തോ പറയുന്ന സമയത്ത് ഇടയ്ക്കിട്ട് ഞെട്ടാറില്ലേ, ആ ഞെട്ടലിൻ്റെ കാര്യം എനിക്ക് പറഞ്ഞു തന്നാൽ മതി. അയ്യോ അത് പിന്നെ എന്ന് പറയട്ടെ. പിന്നെ അതിന് നിർബന്ധിക്കുകയാണ്, നിങ്ങൾ ആ കാര്യം പറയാതെ ഞാനിവിടെ നിന്ന് വിടൂല, ഉറപ്പായിട്ടും വിടൂല എന്ന് പറയാൻ കേട്ടോ. അപ്പം അല്ല അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല, മനസ്സിലായില്ലെങ്കിൽ ഞാൻ 2-3 തവണ നിങ്ങളെ കൊണ്ട് വീണ്ടും പറയിച്ചോളാം, തൽക്കാലം നിങ്ങൾ പറയുമെന്ന് പറയും കേട്ടോ. അത് പിന്നെ എന്ന് പറയട്ടെ. അങ്ങനെ അപ്പോൾ വിനായകൻ പറയാണ് കേട്ടോ, അതെ ഞാൻ പറയുന്നത് നീ വേറെ ആരോട് പറയരുത് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇല്ല പറയൂല, നീ എന്നോട് ക്ഷമിക്കുകയും വേണമെന്ന് പറയട്ടോ. ഇത്രയും നാളും ഞാൻ നിങ്ങളെ കൂടെ ജീവിച്ചില്ലേ, നിങ്ങൾ ആദ്യം പറയുന്നൊക്കെ പറയാം കേട്ടോ. അന്ന് വിക്രം തെറ്റ് ചെയ്തിട്ട് എല്ലാ പോയതെന്ന് നീ പറഞ്ഞില്ലേ, ആ തെറ്റ് ചെയ്തത് ഞാനാണ്, ഞാൻ ചെയ്ത കുറ്റത്തിനാണ് വിക്രം അത്രയും വർഷം ജയിലിൽ കിടന്നതെന്ന് പറയുമ്പോൾ നന്ദിനി ആകെ ഞെട്ടാണ് കേട്ടോ. നിങ്ങൾ എന്താ മനുഷ്യ പറയുന്നതെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ വിനായകൻ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ പറയാണ് കേട്ടോ. അതേ മനുഷ്യ ഇത് അമ്പലമായിപ്പോയി, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖം ഞാൻ അടിച്ച് പൊട്ടിച്ചേനെ, എനിക്ക് വേദനയോട് കുശുമ്പും അസൂയൊക്കെ ഉണ്ട്, അത് സത്യം തന്നെയാണ്. പക്ഷേ ഇത് നിങ്ങളൊരു കുടുംബത്തെ മുഴുവൻ ചതിച്ചതല്ലേ, ഇതെങ്ങനെ സഹിക്കാൻ പറ്റും? നിങ്ങൾ ഇത്രയ്ക്ക് ക്രൂരനായിട്ടുള്ള മനുഷ്യനാണ്, ഇത് ഞാൻ ക്ഷമിക്കില്ല എന്ന് പറയാം കേട്ടോ. നന്ദിനി പ്ലീസ് നന്ദിനി, വിക്രം ഒരിക്കലും അത് ആരോടും പറയൂല, നീയായിട്ട് ഇനി ഇതൊന്നും വിളിച്ച് പറയരുത് കേട്ടോ. നീ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരിക്കലും നിമിഷം പോലും അവിടെ ജീവിക്കാൻ പറ്റില്ല, അച്ഛനും അമ്മയും നമ്മളെ വെറുക്കും എന്നൊക്കെ പറയാണ് കേട്ടോ. അത് അന്നത്തെ അവസ്ഥയിൽ പറ്റിപ്പോയതാണ് നന്ദിനി എന്ന് പറഞ്ഞിട്ട് നന്ദിനിയോട് ക്ഷമയൊക്കെ യാചിക്കുകയാണ് കേട്ടോ. നന്ദിനിയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.